ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബിന്റെ പുതിയൊരു ഫീച്ചറിനെ കുറിച്ചാണ്. ഹൈപ്പ് ഫീച്ചർ എന്നാണ് അതിന്റെ പേര്. ആ ഫീച്ചറിന്റെ ഉപയോഗം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബിന്റെ പുതിയ ഫീച്ചറായ ഹൈപ്പ് ഫീച്ചർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് പുതിയ ക്രിയേറ്റേഴ്സിനും അതേപോലെ റെഗുലർ ആയി ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത്. യൂട്യൂബിൽ അപ്കമിങ് ലൈവ് സ്ട്രീംസ് തുടങ്ങുന്നതിന് മുമ്പ് വ്യൂവേഴ്സിന് ഒരു ബട്ടൺ കാണാം. ആ ബട്ടന്റെ പേരാണ് ഹൈപ്പ് ബട്ടൺ. ഈ ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ കോണ്ടന്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് യൂട്യൂബ് മനസ്സിലാക്കുകയും ഇതനുസരിച്ച് യൂട്യൂബിന്റെ അൽഗോരിതം ആ സ്ട്രീമിനെ കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ആ കോണ്ടന്റ് പിന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും നിങ്ങൾക്ക് വ്യൂസ് കൂടുകയും ചെയ്യുന്നു. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1. സ്മോൾ ക്രിയേറ്റേഴ്സിനെ വളർത്തുക. 2. ലൈവ് സ്ട്രീമിംഗിൽ എൻഗേജ്മെന്റ് കൂട്ടുക. 3. ഓഡിയൻസിനെ എക്സൈറ്റ്മെന്റ് ആക്കുക. ഇത് 3മാണ് ഹൈപ്പ് ഫീച്ചേഴ്സിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അടുത്ത സംശയം, ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ? അതേലോ, ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇത് ഇന്ത്യയിലെ കുറച്ച് ക്രിയേറ്റേഴ്സിന് മാത്രം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഗ്രാജുവലി ഇത് പതിയെ മറ്റ് ക്രിയേറ്റേഴ്സിനും അവൈലബിൾ ആയി തുടങ്ങും. ഇനി ഈ ഹൈപ്പ് ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. റെഗുലറായി അപ്ലോഡ് ചെയ്യുക. 2. ലൈവ് സ്ട്രീം ചെയ്യുക. 3. കമ്മ്യൂണിറ്റിയുമായി മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 5. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗത്വം ലഭിക്കുക. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഹൈപ്പ് ഫീച്ചർ കിട്ടാനുള്ള ഏക വഴി. ഇനി ഇത് വ്യൂവേഴ്സിന് എങ്ങനെ കാണാം എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്കമിങ് ലൈവ് സ്ട്രീമിൽ ഹൈപ്പ് ബട്ടൺ കാണാം. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ, അതായത് സ്ട്രീമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വ്യൂവേഴ്സിന് ഇത് കാണാവുന്നതാണ്. ഈ ഹൈപ്പ് ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് 500 സബ്സ്ക്രൈബർക്ക് മുകളിലും അതേപോലെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് താഴെയുമുള്ള യൂട്യൂബ് ചാനലുകൾക്ക് മാത്രമാണ് ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരിലൂടെ സ്മോൾ ക്രിയേറ്റേഴ്സിന് വ്യൂസും മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഇത് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് ഹൈപ്പ് ഫീച്ചർ നിങ്ങളുടെ കോണ്ടന്റ് വലിയ സഹായകമാണ്. ഇതിലൂടെ വാച്ച് ഓവർ ടൈമും അതായത് റീച്ചും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൂട്ടാവുന്നതാണ്. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഹൈപ്പ് ഫീച്ചർ. ഇനി ഈ ഹൈപ്പ് ഫീച്ചർ ലഭ്യമാകാത്ത ആളുകളോടാണ് ഞാൻ ഇത് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഹൈപ്പ് ഫീച്ചർ ലഭ്യമാക്കാൻ വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. യൂട്യൂബിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ചസ് പോലും നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനലും ഹൈപ്പ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൊടുക്കും. അതിലൂടെ നിങ്ങൾക്കും ഹൈപ്പ് ഫീച്ചേഴ്സ് അവൈലബിൾ ആകുന്നതാണ്. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.